നമസ്കാരം. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കാൻ കേസ് CBIക്ക് വിടുന്നതിനോ അല്ലെങ്കിൽ കേരള പോലീസിലെ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പുനരന്വേഷണം നടത്തുന്നതിനോ ഉള്ള ആലോചനകൾ സജീവമാകുന്നു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇത് സംബന്ധിച്ച നിർണായക പ്രഖ്യാപനമുണ്ടാകുമെന്ന് KPCC ജനറൽ സെക്രട്ടറിയും റാന്നിയിലെ നിയുക്ത MLAയുമായ പഴകുളം മധു വ്യക്തമാക്കി. നവീൻ ബാബുവിന്റെ നീതിക്കായി പത്തനംതിട്ടയിൽ നടന്ന പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിലുണ്ടായിരുന്ന മധുവിന്റെ നിലപാട് CPMനെ വീണ്ടും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. യാത്രയയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാതെ എത്തിയ PP ദിവ്യ, പ്രശാന്തൻ എന്നീ വ്യക്തി ഉന്നയിച്ച കൈക്കൂലി ആരോപണത്തിന്റെ പേരിൽ നവീൻ ബാബുവിനെ പരസ്യമായി അധിക്ഷേപിക്കുകയായിരുന്നു. ഒരു സാധാരണക്കാരനായ പ്രശാന്തിന് വേണ്ടി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്രത്തോളം അഭിഭാഷക ചമഞ്ഞതിന് പിന്നിലെ യഥാർത്ഥ ബന്ധം CBI അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിന്റെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെയും പ്രധാന ആവശ്യം. പ്രശാന്തനും ദിവ്യയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് പുറത്തു വന്നാൽ അത് പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിലേക്ക് നീളുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. വിവാദമായ പെട്രോൾ പമ്പിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചും ദുരൂഹതകൾ ഏറുകയാണ്. സാധാരണക്കാരനായ ഒരാൾക്ക് ഇത്ര വലിയ തുക മുടക്കി പമ്പ് തുടങ്ങാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടോ എന്ന ചോദ്യം തുടക്കം മുതലേ ഉയർന്നിരുന്നു. പമ്പിന്റെ മറവിൽ ബിനാമി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നും ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ആരെങ്കിലും ഇതിന് പിന്നിലുണ്ടോ എന്നും കണ്ടെത്തേണ്ടതുണ്ട്. വിശദ അന്വേഷണത്തിലൂടെ മാത്രമേ പമ്പിന്റെ യഥാർത്ഥ മാസ്റ്റർ ബ്രെയിൻ ആരെന്ന സത്യം പുറത്തുവരൂ എന്നാണ് പഴകുളം മധു ഉയർത്തുന്ന വാദം. ഭരണം മാറിയ സാഹചര്യത്തിൽ കേരള പോലീസിലെ തന്നെ നിഷ്പക്ഷരായ ഉദ്യോഗസ്ഥരെ വെച്ച് കേസ് അന്വേഷിക്കണമെന്ന ചർച്ചയും സജീവമാണ്. നേരത്തെ നടന്ന അന്വേഷണത്തിൽ പല തെളിവുകളും അട്ടിമറിക്കപ്പെട്ടതായി ആക്ഷേപമുണ്ട്. നവീൻ ബാബുവിന് നൽകാനായി കൈക്കൂലി തുക പ്രശാന്തൻ സംഘടിപ്പിച്ചത് എവിടെ നിന്നാണെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഈ തുകയുടെ സാമ്പത്തിക സ്രോതസ് കൃത്യമായി അന്വേഷിച്ചാൽ ഇതിന് പിന്നിലെ ഗൂഢാലോചന വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കും. കണ്ണൂർ കോട്ടയിലെ ഉന്നത നേതാക്കളുടെ തണലിലാണ് PP ദിവ്യ പ്രവർത്തിച്ചെന്ന ആരോപണവും ശക്തമാണ്. മുൻപ് നടന്ന ലോക്കൽ പോലീസ് അന്വേഷണത്തിന് സത്യം പുറത്തു വരാതിരുന്നത് ഈ രാഷ്ട്രീയ സ്വാധീനം മൂലമാണെന്നും UDF വിശ്വസിക്കുന്നു. CBI അന്വേഷണം വരുന്നതോടെ പമ്പ് വിവാദവും കൈക്കൂലി ഗൂഢാലോചനയും കേരള രാഷ്ട്രീയത്തിൽ പുതിയ പൊട്ടിത്തെറികൾക്ക് കാരണമായേക്കും. റാന്നിയിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച പഴകുളം മധു ഇക്കേസ് തന്റെ പ്രധാന ഉത്തരവാദിത്തമായി ഏറ്റെടുത്തിരിക്കുകയാണ്. നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിക്കുന്ന 3 പ്രധാന ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുക എന്നതാകും പുതിയ അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ഒന്നാമതായി, യാത്രയയപ്പ് ചടങ്ങിൽ പ്രശാന്തന് വേണ്ടി സംസാരിക്കാൻ PP ദിവ്യയ്ക്ക് എന്ത് ബന്ധമാണുള്ളതെന്ന് കണ്ടെത്തണം. രണ്ടാമതായി, പെട്രോൾ പമ്പിന്റെ യഥാർത്ഥ ഉടമ ആരാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കണം. മൂന്നാമതായി, കൈക്കൂലി കൊടുക്കാൻ വേണ്ടിയുള്ള തുകയുടെ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണെന്ന് വ്യക്തമാക്കണം. മുൻപത്തെ അന്വേഷണത്തിലെ പിഴവുകൾ പുതിയ സർക്കാർ ഗൗരവമായി കാണും. കുറ്റക്കാർ എത്ര ഉന്നതരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന ഉറച്ച നിലപാടിലാണ് നിയുക്ത MLA പഴകുളം മധു. CPMനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് വലിയൊരു ഭീഷണിയായി തുടരുകയാണ്. കണ്ണൂർ ജില്ലയിലെ പല പ്രമുഖ നേതാക്കളും ഈ വിവാദവുമായി ബന്ധപ്പെട്ട് നിഴലിലാണ്. PP ദിവ്യയുടെ അറസ്റ്റും തുടർന്നുണ്ടായ ജാമ്യവും പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ഭിന്നതകൾക്ക് കാരണമായിരുന്നു. പുതിയ സർക്കാർ അധികാരം ഏറ്റെടുക്കുന്നതോടെ നവീൻ ബാബുവിന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പത്തനംതിട്ടയിലെ ജനങ്ങളും അദ്ദേഹത്തിന്റെ കുടുംബവും. പമ്പിന് പിന്നിലെ കൈക്കരുത്ത് പുറത്തു കൊണ്ടുവരുമെന്ന പ്രഖ്യാപനം രാഷ്ട്രീയ പ്രതികാരം എന്നതിലുപരി ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥന് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമായാണ് കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നത്.